ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു രക്ഷയില്ലാത്ത വേറെ ലെവൽ ട്വിസ്റ്റുകളുള്ള ഒരു അടിപൊളി ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിറ്റക്റ്റീവ് മൂവിയാണ്. ഈ ഒരു കഥയ്ക്ക് എനിക്ക് 100% അല്ല 100-ൽ കൂടുതൽ 1000% വരെ ഉറപ്പ് തരാൻ പറ്റും. ഇത് ഒരിക്കലും നിങ്ങൾ മിസ്സാക്കാൻ പാടില്ലാത്ത അത്രയ്ക്ക് ട്വിസ്റ്റുള്ള ത്രില്ലിംഗ് ഉള്ള ഒരു കഥയായിരിക്കും. ഇനിയിപ്പോൾ അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ വന്നിട്ട് എന്നെ എന്തും പറയാം. കഥയെക്കുറിച്ച് അധികമൊന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഞാൻ കളയുന്നില്ല. പിന്നെ എൻ്റെ എല്ലാ ചങ്ക് കൂട്ടുകാരികളും നല്ല അടിപൊളി കഥകൾ നിങ്ങൾക്ക് വേണ്ടി തേടി കണ്ടുപിടിക്കാൻ ഒരു മോട്ടിവേഷനായിട്ട് ആഗ്രഹം ചെയ്തു തരേണ്ടത് ഈ ഒരു വീഡിയോയ്ക്ക് ഇപ്പൊ തന്നെ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യില്ലേ. കഥ ഇഷ്ടപ്പെട്ടാല് ഇതുപോലുള്ള കഥകളിൽ കാണുമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ. കഥയുടെ ആരംഭത്തിൽ ഒരു ലോറി ഡ്രൈവർ എങ്ങോട്ടേക്കോ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അയാളൊരു മാലിന്യ കൂമ്പാരത്തിനരികില് വണ്ടി നിർത്താണ്. എന്നിട്ട് ആരെയോ ഫോൺ വിളിച്ചോണ്ട് പതിയെ ഉള്ളിലേക്ക് നടന്നു പോവാണ്. അല്ല, ഇയാളിപ്പോ എന്തിനാ ഇങ്ങോട്ട് പോകുന്നെന്ന് കരുതുമ്പോ അയാൾ വെളിക്കിരിക്കാൻ വേണ്ടിയിട്ട് ആരും കാണാത്തൊരു സ്ഥലം തേടി വന്നതാണ്. അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് സമാധാനത്തിലിരിക്കുമ്പോഴാണ് എന്തോ ഒരു സ്മെല്ല് വരുന്നത്. അല്ല, ഇത് പെൻ്റെതല്ലല്ലോ. അപ്പോഴാണ് കുറച്ച് മുൻപിലായിട്ട് ഒരു പ്ലാസ്റ്റിക് ചാക്ക് പോലെ എന്തിലും ഒന്നില് ആരെയോ കൊലപ്പെടുത്തിയിട്ട് ബോഡി കൊണ്ടുവന്ന് നിക്ഷേപിച്ചത് അയാൾ കാണുന്നത്. ആ ഒരു ബോഡിയുടെ സ്മെല്ലായിരുന്നു അയാൾക്ക് അടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വൈകിപ്പിക്കാതെ അയാൾ പോലീസ് ടീമിനെ അറിയിച്ചിട്ടുണ്ട്. ആ ഒരു ക്രൈം സീനിലേക്ക് നമ്മുടെ ഇൻസ്പെക്ടറും ടീമും എത്തുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഇൻസ്പെക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ വല്ലാത്ത കലിപ്പനാണ്. അയാൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അയാൾ അത് പബ്ലിക്കിന് മുൻപിൽ വെച്ചിട്ട് കാണിക്കും. അവിടെ ബോർഡിയുടെ അരികിൽ ആൾക്കാർ കൂടിയപ്പോൾ അവരുടെ മുഖത്തടിച്ചിട്ടാണ് അയാൾ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആരാണ് ബോഡി കണ്ടത്? അപ്പോൾ നമ്മുടെ ഡ്രൈവർ അങ്ങോട്ട് വരുന്നുണ്ട്. നമ്മുടെ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, അല്ല താനെന്താ ഇവിടെ രാവിലെ ചെയ്യുന്നുണ്ടായിരുന്നേ? അയാൾ പറയുന്നുണ്ട്, സാറേ ഞാൻ ഡ്രൈവ് ചെയ്ത് പോയപ്പോൾ ബാത്റൂമിലേക്ക് പോകാനായിട്ട് അങ്ങനെ ഇറങ്ങിയതാ. അപ്പോഴാണ് എന്തോ ഒരു വൃത്തികെട്ട സ്മെല്ല് എനിക്ക് അടിച്ചത്. നോക്കിയപ്പോൾ അത് ഡെഡ് ബോഡി ആയിരുന്നു. അപ്പോൾ കലിപ്പായ എസ് ഐ ചോദിക്കുന്നുണ്ട്, ഡെഡ് ബോഡി പിന്നെ സ്പ്രേയുടെ സ്മെല്ല് ഉണ്ടാവൂടാ? അതും ചോദിച്ച് ഡ്രൈവറുടെ മുഖത്തൊന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കോൺസ്റ്റബിൾസിനോട് ഇവിടെ തടിച്ചു കൂടിയിട്ടുള്ള എല്ലാ ജനങ്ങളോടും ഇവിടുന്ന് വേഗം തന്നെ പോകാൻ പറ. എന്നിട്ട് ഫോറൻസിക് ടീമിനെ വിളിച്ചിട്ട് ഡെഡ് ബോഡി ആരുടേതെന്ന് കണ്ടെത്താൻ പറ. അതുപോലെ വല്ല എവിഡൻസും കിട്ടുമെന്ന് കളക്ട് ചെയ്യാനും പറയേ. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഒരു പാൽക്കാരൻ പയ്യൻ ഓരോ വീട്ടിലും പാല് കൊടുക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ഈ കഥയിലെ നായികയായിട്ടുള്ള സാക്ഷിയുടെ വീട്ടിലെത്തുമ്പോൾ മാത്രം ഈ വീട്ടിൽ എപ്പോഴും സങ്കടത്തിന്റെ പാട്ട് മാത്രമേ കേൾക്കാറുള്ളൂ. അതും പറഞ്ഞിട്ട് വാതിൽ തട്ടാണ്. അപ്പോൾ നമ്മുടെ സാക്ഷിയുടെ ഹസ്ബൻഡ് നിഖിലാണ് പാല് വാങ്ങിട്ട് പോകുന്നത്. എന്നാൽ ഉള്ളിൽ നമ്മുടെ സാക്ഷിയാണെങ്കിൽ ആർക്കോ ഫോൺ ചെയ്തുകൊണ്ട് ആ ഒരു സങ്കടപ്പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ അവൾ ആ ഫോൺ വിളിച്ചിട്ട് മറുഭാഗത്ത് ആരും ഫോൺ പിക്ക് ചെയ്യുന്നില്ല. എന്നാൽ പിന്നെയും ഫോൺ കട്ട് ചെയ്ത് വീണ്ടും വിളിക്കുകയാണ്, വീണ്ടും കട്ടയാണ്, വീണ്ടും വിളിക്കുകയാണ്. അവസാനം ആ ഒരു ഫോൺ സ്വിച്ച് ഓഫ് എന്ന് കേൾക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു കാഴ്ചയൊക്കെ നമ്മുടെ നിഖിലും കാണുന്നുണ്ട്. എന്നാൽ ആ മറുത്തൊന്നും പറയുന്നില്ല. നിഖിലാണെങ്കിൽ തന്റെ ഡെയിലി വർക്കുകൾ, ജോലിക്ക് പോവുക, വീട്ടിൽ വരിക, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക. എന്നാൽ നമ്മുടെ ഹീറോ ആയിട്ടുള്ള സാക്ഷിയുമായിട്ട് സംസാരിക്കുന്ന പോലുമില്ല. ഇവരുടെ ഇടയിലെ എന്തോ ചെറിയ പ്രശ്നമുണ്ടെന്ന് നമുക്ക് ഈ ഒരു സീനിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ നിഖില് ജോലിക്ക് പോകുന്നതിന് മുൻപ് സാക്ഷിയോട് പറയുന്നുണ്ട്, ഇന്നെന്റെ ബോസ് ഒരു പാർട്ടിക്ക് വിളിച്ചിട്ടുണ്ട്, വൈഫിനെ കൂട്ടിയിട്ട് വരാൻ പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് ഈവനിങ് നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് വേണം ആ പാർട്ടിക്ക് പോകാനേ. അങ്ങനെ ഈവനിങ് ആയപ്പോൾ അവർ ആ പാർട്ടി അറ്റൻഡ് ചെയ്യാണ്. സാക്ഷിയും നിഖിലിന്റെ ഒരു ഫ്രണ്ടും ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ സാക്ഷിയാണെങ്കിൽ മറുത്തൊന്നും പറയുന്നില്ല. അതിനിടയിലും അവൾ ആ ഫോൺ എടുത്തിട്ട് നേരത്തെ കണ്ട പോലെ തന്നെ ആരോ വീണ്ടും വിളിച്ചു നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അല്ല, ഇവളിപ്പോൾ ആരെങ്ങനെ വിളിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മുടെ നിഖിലിന്റെ ഫ്രണ്ടില്ലേ, അങ്ങനെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ചോദിക്കുന്നുണ്ട്, അല്ല ഞാനിവിടെ ഉള്ളപ്പോൾ നീ എന്താ ഫോണിൽ കളിക്കുന്നത്? അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട്, നിഖില് നിനക്ക് ഈ ലോകത്തെക്കുറിച്ച് അറിയാറ്റാ. ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ലോകം മുഴുവനെ ഈ ഫോണിൽ കാണാല. പിന്നെ സംസാരിക്കാണ്ട് ഫോൺ എടുത്തിട്ട് നമ്മളിങ്ങോട്ടും പോയിട്ടില്ലല്ലോ. അതായത് നമ്മുടെ ഹീറോയിൻ സാക്ഷിയില്ലേ, നിഖിലോട് സംസാരിക്കാതെ അവിടെ നിന്ന് ഫോൺ എടുത്ത് പോയില്ലേ, ആ ഒരു കാര്യമാണ് റൂട്ട് മാറ്റിയിട്ട് നൈസായിട്ട് നിഖിലിനെ ഫ്രണ്ട് ഒന്ന് വാരുന്നത്. അപ്പോൾ നിഖില് പറയുന്നുണ്ട്, നീ ഇപ്പോഴും സിംഗിളായിട്ട് എന്തുകൊണ്ട് ഇരിക്കുന്നതെന്നറിയാം, അത് നിന്റെ കയ്യിലേ ഈ ഫോണുള്ളതുകൊണ്ടാ. അങ്ങനെ ഫോണിനെ കുറിച്ച് ഒരു പാട്ടൊക്കെ പാടി ഒരു ഡാൻസ് കളിച്ചിട്ട് ആ ഒരു പാർട്ടി എൻജോയ് ചെയ്യുന്നുണ്ട്. അടുത്ത സീനില് നമ്മുടെ ഇൻസ്പെക്ടറെ കാണാനായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് കമ്പനിയുടെ ഓണർ രഘു വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല സാറേ നിങ്ങൾ എന്തേ ചെയ്തോണ്ടിരിക്കുന്നത്? എന്നാൽ ഇൻസ്പെക്ടർ മറുത്തൊന്നും പറയുന്നില്ല. അപ്പൊ രഘു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഒന്നും മിണ്ടില്ലേ? അപ്പോൾ കാലിപ്പിൽ ഇൻസ്പെക്ടർ, നീ എന്റെ തന്തയോ അല്ലെങ്കിൽ എന്റെ മേലുള്ള ഓഫീസറൊന്നും അല്ലല്ലോ, നിന്നെ കാണുമ്പോഴേ റെസ്പെക്ട് ചെയ്യാൻ വായ അടച്ചിട്ട് അവിടെ അടങ്ങിയിരിക്കടാ. അപ്പോഴാണ് ഇൻസ്പെക്ടർ ഒരു കോള് വരുന്നത്. നോക്കുമ്പോൾ നമ്മുടെ DGP ആണ്. അങ്ങനെ ചോദിക്കുന്നുണ്ട്, തനിക്ക് എന്തിന്റെ കേടാ? തനിക്ക് ഓൾറെഡി കുറെ കേസില് അതിന്റെ പിന്നാലെ പോയ പോലെ വെറുതെ സൊസൈറ്റിയിലെ ഉയർന്ന ആളുകളുടെ കേസെന്ന് പറഞ്ഞിട്ട് അവരെ ചൊറിയാൻ നിൽക്കണ്ട. അപ്പോൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, അങ്ങനെ ഒന്നുമില്ല സാറേ, അവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ അടുത്തല്ലേ തന്റെ സ്റ്റേഷൻ പരിധിയിൽ വെച്ചിട്ട് ഒരു ഡെഡ് ബോഡി കിട്ടിയത്, ആ ഒരു കേസിന്റെ ഡീറ്റെയിൽസ് എന്തായി? അപ്പോൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, അന്വേഷണത്തിലാണ്, നീ അങ്ങ് അന്വേഷിച്ച് മറിക്കാൻ പോവല്ലേ
എന്താ അന്വേഷണം? ഒരാഴ്ച സമയം, അതിനുള്ളിൽ ആ കേസ് തീർക്കാൻ നോക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഫോണ് കട്ടിയാണ്. അതിൽ ഓൾറെഡി കലിപ്പനായ നമ്മുടെ ഇൻസ്പെക്ടറിലെ അങ്ങനെ ദേഷ്യത്തില് ആ ഒരു ഫോണ് തന്നെ പൊട്ടിച്ച് വലിച്ചെറിയുന്നുണ്ട്. എന്നാൽ രഘുവിടുന്ന് തിരിച്ചു പോകുന്നതിന് മുൻപ് ആര് വിളിച്ച് പറയുന്നുണ്ട്, ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്തില്ലേ, അത് പക്കയായിട്ട് വർക്കായിട്ടുണ്ട്. അതേ സമയത്ത് നമ്മുടെ ഇൻസ്പെക്ടറിന്റെ അസിസ്റ്റന്റായ കോൺസ്റ്റബിൾസ് വന്ന് പറയുന്നുണ്ട്, ആ ഒരു ഡെഡ് ബോഡിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻസ്പെക്ടർ അതിൽ എന്താ ഉള്ളത് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. അപ്പോൾ ആ ഒരു ഡെഡ് ബോഡി ചെക്ക് ചെയ്ത ലേഡി ഡോക്ടറിലെ അവരെന്താണ് പറഞ്ഞത്, ആ ഒരു ഡീറ്റെയിൽസ് ആണ് നമ്മൾ കാണുന്നത്. അതായത് കൊല്ലപ്പെട്ട വ്യക്തിയെ ആരോ കത്തി വെച്ചിട്ടാണ് കുത്തി കൊലപ്പെടുത്തിയിട്ടുള്ളത്. അത് 1-2 പ്രാവശ്യമല്ല, അവന്റെ മരണം ഉറപ്പെടുത്താനായിട്ട് കുറെ പ്രാവശ്യം ആ ഒരു ബോഡിയിൽ ചറപറ കുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, ആ ഒരു ബോഡിയുടെ മുഖത്ത്, കയ്യില്, കാലില് എല്ലാ ഭാഗത്തും പെട്രോൾ ഒഴിച്ചിട്ട് ആ ഒരു കൊലയാളി തീ കൊളുത്തിയിട്ടുണ്ട്. അത് എന്തിനാണ് ആ കൊലയാളി ചെയ്തെന്ന് വെച്ചാല് കൊല്ലപ്പെട്ട ആ ഒരു വ്യക്തി ആരാണെന്ന് ആർക്കും മനസ്സിലാവാതിരിക്കാനാണ്. അപ്പോൾ കോൺസ്റ്റബിൾസ് ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ കൊല്ലപ്പെട്ടത് ആരാണെന്ന് ഇനിയിപ്പോ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക? അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അതിൽ നിങ്ങൾക്കൊരു ബെനിഫിറ്റ് ഉണ്ട്. അതായത് കൊല്ലപ്പെട്ട ആ ഒരു വ്യക്തിയുടെ കാലിന് എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ട് കാലിന്റെ ഉള്ളിൽ ഒരു മെറ്റൽ റാഡ് വെച്ചിട്ടുണ്ട്. ആ ഒരു റാഡില് ഒരു നമ്പർ ഉണ്ട്. അപ്പൊ ആ നമ്പർ വെച്ചിട്ട് ആ ഒരു റാഡ് ആർക്കാണ് ഇംപ്ലാന്റ് ചെയ്തത് ആ ഒരു ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ഒരു റാഡിലെ നമ്പർ വെച്ചിട്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് നോക്കുമ്പോൾ മൈക്കിൾ എന്ന ഒരാളാണ് കൊല്ലപ്പെട്ടതെന്ന് അവര് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ അവന്റെ എല്ലാ ഡീറ്റെയിൽസും, അവന്റെ വീട്ട് അഡ്രസ്സ്, ആധാർ കാർഡ്, അങ്ങനെ എല്ലാം നമ്മുടെ ഇൻസ്പെക്ടറുടെ കയ്യിൽ കോൺസ്റ്റബിൾസ് ഏൽപ്പിക്കുകയാണ്. അപ്പോഴാണ് ഇൻസ്പെക്ടറിന് കോഫി കൊടുക്കാനായിട്ട് ഒരു ലേഡി കോൺസ്റ്റബിൾ വരുന്നത്. എന്നാൽ ഇൻസ്പെക്ടർ കലിപ്പ മാത്രമല്ല, നല്ല കാമനുമാണ്. ആ ഒരു ലേഡി കോൺസ്റ്റബിളിനെ നോക്കിയിട്ട് വെള്ളം ഇറക്കിക്കൊണ്ട് മറ്റ് 2 കോൺസ്റ്റബിൾസിനോടും മൈക്കിളിന്റെ വീട്ടിൽ പോയിട്ട് അവന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ടോ, അത് മാത്രമല്ല അവന്റെ കോൾ റെക്കോർഡ്സ് അതും കളക്ട് ചെയ്തോ. അങ്ങനെ മൈക്കിൾ താമസിച്ച ആ ഒരു ഏരിയയിലെ ഓരോ നെയ്ബേഴ്സിനോടും നമ്മുടെ കോൺസ്റ്റബിൾസ് മൈക്കിളിനെ കുറിച്ച് അന്വേഷിച്ച് നോക്കുന്നുണ്ട്. എന്നാൽ പല ആളുകൾക്കും മൈക്കിളിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അപ്പോഴാണ് ഒരു നെയ്ബർ പറയുന്നത്, മൈക്കിളും മൈക്കിളിന്റെ അമ്മയും ഇവിടെ തന്നെയായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ പെട്ടെന്നാണ് അവന്റെ അമ്മ മരണപ്പെട്ടു പോയത്. അതിനുശേഷം അവന് നാട് വിട്ടു പോയതാണ്. അതിനുശേഷം അവൻ എന്താണ് സംഭവിച്ചത്, എവിടെയുള്ളത് ഒന്നും അറിയില്ല. അല്ല, നിങ്ങൾ എന്തിനാ സാറേ അവനെക്കുറിച്ച് അന്വേഷിക്കുന്നത്? അപ്പോൾ കോൺസ്റ്റബിൾസ് പറയുന്നുണ്ട്, ആ മൈക്കിള് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവനെ ആരോ മൃഗീയമായിട്ട് കൊലപ്പെടുത്തിയതാണ്. അതുകൊണ്ടാണ് മൈക്കിളിന്റെ ഡീറ്റെയിൽസ് നമ്മൾ അന്വേഷിച്ചിറങ്ങിയത്. അപ്പോഴാണ് ആ ഒരു നെയ്ബർ പോലും മൈക്കിള് കൊല്ലപ്പെട്ട കാര്യം അറിയുന്നത്. അങ്ങനെ ഷോക്കായി പോകുന്നുണ്ട്. ആ ഒരു കോൺസ്റ്റബിൾസിന്റെ അന്വേഷണത്തിൽ അവർക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. മൈക്കിളിന് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവന്റെ പേരാണ് സാഗർ. അങ്ങനെ സാഗറിനെ നമ്മുടെ ഇൻസ്പെക്ടറിന്റെ മുമ്പിലേക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, പൊന്നുമോനെ മൈക്കിള് അവനെവിടാ? എന്നാലും സാഗർ, എനിക്കറിയില്ല സാറേ. ഓ, ഒന്നും അറിയില്ല അല്ലേ? അവനെ കൊന്നു കളഞ്ഞിട്ട് ഒന്നും അറിയാത്ത അഭിനയം. അവൻ പറയുന്നുണ്ട്, സാറേ ഞാനെന്തിനാ അവനെ കൊല്ലുന്നേ? അവന്റെ ഫ്രണ്ട് ആയിരുന്നില്ലേ? മര്യാദക്ക് നീ സത്യം പറഞ്ഞോ? എന്നാൽ അവന്റെ മുഖത്ത് നല്ല പേടി നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അവൻ എന്താ പറഞ്ഞെന്ന് കാണിക്കുന്നില്ല. അടുത്ത സീനിലെ ഇൻസ്പെക്ടറിനെ കോൺസ്റ്റബിൾസ് വീട്ടിൽ ഇറക്കിയിട്ട് പോവാണ്. എന്നാൽ വീടിന്റെ വാതിൽ തുറക്കുമ്പോൾ അയാളെ ആരോ ഫോളോ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അടുത്ത സീനിലെ നമ്മുടെ ഹീറോയിൻ സാഷിയിലെ അവളുടെ ഹസ്ബൻഡ് നിഖില് ജോലിക്കിറങ്ങുമ്പോൾ അവള് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? അത് കേട്ടപ്പോൾ നിഖിലിന് സന്തോഷം അടക്കാൻ പറ്റുന്നില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ട് അവള് ഒരിക്കൽ പോലും നിഖിലിനോട് സംസാരിച്ചിട്ടേ ഇല്ല. അവൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്ത് ഹെൽപ്പാ ഞാൻ ചെയ്യണ്ടേ? അപ്പൊ സാക്ഷി, ഞാൻ പറയുന്നത് നിങ്ങൾ എനിക്ക് ചെയ്തു തരുന്ന് ഉറപ്പ് പറയുകയാണെങ്കിൽ ഞാൻ പറയാം. അപ്പൊ നിഖില്, നീ ആദ്യം കാര്യം പറ. അപ്പൊ അവള് പറയുന്നുണ്ട്, എനിക്ക് ഒരാളെ കൊന്നു കളയണം. അത് കേട്ടപ്പോ നിഖില് ഷോക്കായിട്ട്, കൊലയാ? അങ്ങനെ നിഖില് ജോലി സ്ഥലത്ത് നമ്മുടെ ഫ്രണ്ടിനോട് സാക്ഷി പറഞ്ഞ കാര്യം പറയുമ്പോ അവൾക്കെന്താ പ്രാന്താണോ? സാധാരണ ഒരു പെണ്ണ് ഡ്രസ്സ് വേണം, പൂ വേണം, ഫുഡ് വേണം എന്നൊക്കെയല്ലേ പറയാ, എന്നിട്ട് ഒരാളെ കൊല്ലാൻ പറഞ്ഞിരിക്കുക. അപ്പൊ നിഖില്, കല്യാണത്തിന് ശേഷം അവൾ എന്നോട് ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. അതും ഒരു ആവശ്യം ചോദിച്ചിട്ട്. അതിപ്പോൾ കൊലയായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, എനിക്ക് ചെയ്തേ പറ്റൂ. എന്റെ ബലമായ സംശയം സാക്ഷിക്ക് അവൾക്കൊരു എക്സ് ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ചിലപ്പോൾ അവനെ ആയിരിക്കാം എന്നോട് കൊല്ലാൻ പറയുന്നത്. കാരണം കല്യാണ ശേഷവും അവന്റെ ഡിസ്റ്റർബ് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. എന്നാലും ഫ്രണ്ട് പറയുന്നുണ്ട്, ഭാര്യ ചോദിച്ചു കഴിഞ്ഞാല് ചോക്ലേറ്റോ ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ പോരെ, കൊലയൊക്കെ ചെയ്യാൻ ഇറങ്ങണ. എന്നാല് അവനാണെങ്കിൽ ഇല്ലടാ, എനിക്കത് ചെയ്തേ മതിയാന്ന് പറഞ്ഞ് സാക്ഷിയും കൂട്ടിയിട്ട് അവളുടെ നാട്ടിലേക്ക് പോവാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിഖില് ചോദിക്കുന്നുണ്ട്, അല്ല ആരെയാ ഞാൻ കൊലപ്പെടുത്തണ്ടേ? എന്തിനാ കൊല്ലുന്നേ? എന്നാൽ അവള് മറുത്തൊന്നും പറയാതെ നിഖിലിനെ നോക്കി നിൽക്കുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, അല്ല ആരെയാന്ന് അറിഞ്ഞാലല്ലേ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റൂ. അപ്പോൾ സാക്ഷി പറയുന്നുണ്ട്, എനിക്ക് കൊല്ലേണ്ടത് സൂര്യയാണ്. നിഖില് ചോദിക്കുന്നുണ്ട്, ഏത് നീ പ്രണയിച്ച നിന്റെ എക്സ് ലവർ സൂര്യയോ? അവനെ തന്നെ. അവനെ ഞാൻ അളവില്ലാതെ പ്രണയിച്ചതാ. എന്നാൽ അവനിപ്പോ എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൻ നിന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്ന് നിനക്കറിയാലോ. പിന്നെ എന്തിനാ ദിവസം അവന്റെ സ്വിച്ച് ഓഫ് ആയ ഫോണിലേക്ക് നീ നിർത്താതെ ഫോൺ ചെയ്തുകൊണ്ടേയിരിക്കുന്നേ? അവള് പറയുന്നുണ്ട്, അവൻ എവിടെയുണ്ടെങ്കിലും എനിക്ക് തേടി പിടിച്ചിട്ട് അവനെ കൊന്നു കളയണം. അവൻ എന്നെ പ്രണയിച്ച് വഞ്ചിച്ചതാ. എന്റെ ഉള്ളിൻ്റെ ഉള്ളില് കുറെ നാളായിട്ട് ഞാൻ വിങ്ങിയാണ് ജീവിക്കുന്നത്. എന്നാൽ അവൻ ആ വിഷമമൊന്നുമില്ല. അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുക.
അങ്ങനെ അവൻ ജീവിക്കണ്ട. എന്നിട്ട് ഇവരുടെ ലൈഫിൽ നടന്ന ഫ്ലാഷ് ബാക്ക് നമ്മുടെ സാക്ഷി നിഖിലിനോട് പറയാണ്. നമ്മുടെ സാക്ഷിയുടേത് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. എന്നാൽ ഏട്ടന്റെ ഭാര്യയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. ദിവസവും ഉപ്മാവ് മാത്രമേ വീട്ടിലുണ്ടാക്കൂ. ഒരു ദിവസം ജോലിക്ക് ഇറങ്ങിയപ്പോ അന്ന് ഉപ്മാവ് ചേച്ചി ചോദിക്കുന്നുണ്ട്, അല്ല മോളെ കഴിക്കുന്നില്ലേ? ആ ഉപ്മാവേ എന്റെ ഏട്ടന് കൊടുത്താൽ മതി, എനിക്ക് വേണ്ടോയ്. അപ്പൊ ഏട്ടൻ വന്നിട്ട് അവളുടെ ചെവിക്ക് പിടിച്ചിട്ട് നീ എന്നെ കളിയാക്കാൻ തുടങ്ങിയില്ലേ? അപ്പൊ സാക്ഷി ചോദിക്കുന്നുണ്ട്, അല്ല ഏട്ടാ ഇന്ന് ഓഫീസിലേക്ക് പോയാലേ കോളീഗ്സ് ചോദിക്കും എന്താ കഴിച്ചെന്ന്. അപ്പൊ എന്താ പറയാ? ഉപ്മാവെന്ന്. ഇന്നലെയോ? അപ്പോഴും ഉപ്മാവ്. മിനിഞ്ഞാന്നോ? അന്ന് ഉപ്മാവ് തന്നെ. അപ്പൊ നാട്ടിലെല്ലാരും ഇതൊരു ഉപ്മാവ് ഫാമിലിയാന്ന് അറിയിച്ചിട്ടേ അടങ്ങുള്ളൂല്ലേ? അങ്ങനെ സാക്ഷി ജോലിക്ക് ഇറങ്ങുമ്പോ അച്ഛൻ ചോദിക്കുന്നുണ്ട്, അല്ല മോളിതെങ്ങോട്ടാ? ജോലിക്ക്. ഡെയിലി ജോലിക്കാന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങോട്ട് തന്നെയാണോ? എന്റെ മോളായതുകൊണ്ട് എനിക്കിതിന് തീരെ വിശ്വാസമില്ല. ഞാൻ ജോലിക്ക് തന്നെയാ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവള് ജോലി ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാണ്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ സാക്ഷിയുടെ എക്സ് ലവർ ആയിട്ടുള്ള സൂര്യയിലെ അവനാണ് കാണിക്കുന്നത്. അവനും അതേ സൂപ്പർ മാർക്കറ്റിലേക്ക് ചില സാധനങ്ങളൊക്കെ വാങ്ങാനായി വന്നതാണ്. അപ്പോൾ സൂര്യ ജോലി ചെയ്യുന്ന ടൊമാറ്റോ എന്ന കമ്പനിയിലെ ഫ്രണ്ട് വിളിച്ച് പറയുന്നുണ്ട്, എടാ നീ ഇതെവിടെ? വേഗം വാ, കുറെ വർക്ക് പെൻഡിങ് ഉണ്ട്. എന്നാലും സൂര്യ കുറെ നാളെ കുറച്ച് സാധനം വാങ്ങാൻ കരുതിയിട്ട് ഇന്നത് വാങ്ങിയിട്ട് ഞാൻ വരുന്നുള്ളൂ. അപ്പോൾ പിന്നിൽ നിന്ന് ഏതോ ഒരു പെൺകുട്ടി ഒരു സാധനവും നീ വാങ്ങൂലടെന്ന് പറയുന്നുണ്ട്. അതായത് സൂര്യ പറയുന്നതിനൊക്കെ ഏത് പെൺകുട്ടി ഇപ്പൊ വള്ളി പിടിക്കാൻ വന്നിട്ടില്ലെന്ന് പതിയെ പോയി നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല നമ്മുടെ ഹീറോനായിട്ടുള്ള സാക്ഷി തന്നെയായിരുന്നു. അവൻ ചോദിക്കുന്നുണ്ട്, അല്ല മോളെ നിനക്ക് നല്ല അഹങ്കാരം ഉണ്ടല്ലേ, എന്നോട് ചൊറിയാൻ വരിക? അപ്പൊ ദേഷ്യത്തില് സാക്ഷി ചോദിക്കുന്നുണ്ട്, താൻ ആരാടോ, തന്നോട് ഞാൻ എന്തിനാ ചൊറിയുന്നത്? എന്നാലും സൂര്യ ഞാൻ ഫോൺ വിളിച്ചിട്ട് ഫ്രണ്ടിനോട് സംസാരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ കയറിയിട്ട് നീ എന്തിനാ വർത്താനം പറയാൻ നിൽക്കുന്നേ? സാക്ഷി പറയുന്നുണ്ട്, പൊന്നു ചേട്ടാ ചേട്ടനോടല്ല, അവിടെ ഒരു പെൺകുട്ടി റാക്കിൽ സാധനങ്ങൾ അടുക്കി വെക്കുന്നുണ്ടില്ലേ, അവളോട് പറഞ്ഞതാ. അതായത് സൂര്യ ശരിക്കും പെട്ടിട്ടുണ്ട്. സോറി ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ കരുതി എന്നെയാ പറഞ്ഞതെന്ന്. അപ്പൊ സാക്ഷി ചോദിക്കുന്നുണ്ട്, തനിക്ക് മുൻപ് പരിചയമില്ലാത്ത ഒരു പെൺകുട്ടിയുടെ ഇങ്ങനെയാണോ പെരുമാറുക? അങ്ങനെ കണ്ണ് പൊട്ടുന്ന ചീത്തയും പറഞ്ഞിട്ട് അവനെ വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. അടുത്ത സീനില് നമ്മുടെ സൂര്യയിലെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്, എടാ ഞാനിന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയില്ലേ, അവിടെ വെച്ചൊരു പെൺകുട്ടി എന്നെ കടിച്ച് തിന്നില്ലാന്നേ ഉള്ളൂ. അതിനിടയിൽ അവൾ എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? ഞാൻ വണ്ടി ഓടിച്ച് പോകുമ്പോ വണ്ടി ആക്സിഡന്റ് ആയിട്ട് മേലേക്ക് പോകുന്നൊക്കെ. എന്താലേ? അടുത്ത സീനില് സാക്ഷിയും ഫ്രണ്ടും കൂടി എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്യാൻ നോക്കുകയാണ്. അപ്പൊ സാക്ഷി പറഞ്ഞിട്ട് ഞാൻ ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്യുന്നത് നമ്മുടെ സൂര്യയുടെ ടൊമാറ്റോ കമ്പനിയിലേക്കാണ്. ആ ഒരു ഡെലിവറി ചെയ്യുന്നത് നമ്മുടെ സൂര്യ തന്നെയാണ്. എന്നാൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ അഡ്രസ്സ് തെറ്റാണെന്നൊരു സംശയത്തില് അവളെ വിളിച്ച് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, ഓൾറെഡി ആപ്പിൽ കൊടുത്തിട്ടുള്ള ലൊക്കേഷനിലെ അത് ഫോളോ ചെയ്ത് നേരെ ഇങ്ങ് പോരെ, അതെന്റെ വീട്ടിന്റെ ലൊക്കേഷനാ. എന്നാൽ ഹീറോയ്ക്ക് നല്ല സംശയമുണ്ട്. മറുത്ത് ചോദിക്കുന്നതിന് മുമ്പ് അവള് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവള് കൊടുത്ത ലൊക്കേഷനിൽ നോക്കുമ്പോൾ അതൊരു ബീച്ച് സൈഡാണ്. പണ്ടാര കാലത്തിനോട് മര്യാദക്ക് ഞാൻ ചോദിച്ചതാ. അങ്ങനെ വീണ്ടും സാക്ഷിക്ക് വിളിക്കുമ്പോൾ അവള് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ വീട്ടിന്റെ പുറത്തെത്തിയോ? ഏത് വീട്? ഇതേതോ ബീച്ചല്ലേ, ഇവിടെ മഞ്ഞ കളറും പച്ച കളറും ഒരു വീടുമില്ല. അപ്പൊ അവള് പറയുന്നുണ്ട്, ആ ഭാഗത്തേക്കല്ല, അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് ഇങ്ങോട്ട് വാ. അങ്ങനെ അവളുടെ ലൊക്കേഷനിൽ പോയി നോക്കുമ്പോൾ സൂര്യ വിളിച്ചത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയിൻ തന്നെയല്ലേ. അവളെ കണ്ടപ്പോ സൂര്യ ചൊറിഞ്ഞു ചോദിക്കുന്നുണ്ട്, ആഹാ നീയാണാ ഓർഡർ ചെയ്തേ, നിനക്ക് പിസ ഇല്ലാതെ ഇറങ്ങില്ല അല്ലേ ലൊക്കേഷൻ പറയാതെ മനുഷ്യനെ ചുറ്റിക്കാന്? അവള് കലിപ്പിൽ പറയുന്നുണ്ട്, വെറുതെ ചൊറിയ നിൽക്കരുതട്ടാ, കൂടുതൽ കളിച്ചാലേ ആപ്ലിക്കേഷനിൽ നിന്നെ കുറിച്ച് മോശമുള്ള റിവ്യൂ ഞാൻ കണ്ടു. അപ്പൊ സൂര്യ, അയ്യോ അങ്ങനെയൊന്നും ചെയ്യരുതേ, എന്റെ പൊന്നു മോളെ നിനക്ക് പിസ വേണമെങ്കിൽ വാങ്ങിയിട്ട് പോ. അവളാണെങ്കിൽ പിസ വേണം. അങ്ങനെ അത് വാങ്ങി വെക്കുകയാണ്. രാവിലെ കിട്ടിയതിന് തിരിച്ച് പലിശയുടെ പലിശയും കൊടുത്തിട്ട് സൂര്യ അവിടെ നിന്ന് തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ സാക്ഷിയാണെങ്കിൽ വീട്ടിലേക്ക് വരുന്നത് വല്ലാതെ ലേറ്റ് ആയിട്ട് ഒരു 12 മണിയോട് അടുപ്പിച്ചാണ്. അപ്പോ ഏട്ടനും അച്ഛനും ചോദിക്കുന്നുണ്ട്, അല്ല മോളെ എന്താ ഇത്ര ലേറ്റ്? സാധാരണ ഇങ്ങനെയല്ലല്ലോ, ഒരു കാര്യം ചെയ്തുകൂടായിരുന്നോ? രാത്രി മുഴുവൻ എവിടെയെങ്കിലൊക്കെ ചുറ്റിയിട്ട് രാവിലെ ആവുമ്പോൾ വന്നാൽ പോരായിരുന്നോ? അവള് ചോദിക്കുന്നുണ്ട്, അല്ല ചേട്ടാ ചേട്ടന്റെ പ്രശ്നം എന്താ? അപ്പൊ ഏട്ടൻ പറയുന്നുണ്ട്, അല്ല നിന്നോട് കുറേ ആയില്ലേ കല്യാണത്തിനെ കുറിച്ച് ചോദിക്കുന്നത്, നിന്റെ തീരുമാനം എന്താ? അവളാണെങ്കിൽ നേരത്തെ പറഞ്ഞതേ തീരുമാനം, എനിക്കിപ്പോ കല്യാണം വേണ്ട, ടൈം ആകുമ്പോൾ ഞാൻ പറഞ്ഞോളാം. അങ്ങനെ ഉള്ളിലേക്ക് പോയിട്ട് ഏട്ടത്തിയോട് ആ ഒരു കല്യാണ കാര്യം പറഞ്ഞിട്ട് സങ്കടപ്പെടുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ചേച്ചി എങ്ങനെയാ എന്റെ ഏട്ടനെ നിങ്ങൾ കല്യാണം കഴിച്ച്? എന്നോട് എപ്പോഴും കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് സമാധാനം കളയുന്നുണ്ട്. എന്റെ ഏട്ടനെ സഹിക്കലേ കുറച്ചധികം കഷ്ടപ്പാടല്ലേ? അപ്പൊ ഏട്ടത്തി പറയുന്നുണ്ട്, ആരെക്കുറിച്ച് വേണേ നീ പറഞ്ഞോ, എന്നാലും ചേട്ടനെ തൊട്ട് കളിക്കണ്ട. അങ്ങനെ ആദ്യം വന്നിട്ട് എന്നോട് ഇഷ്ടം പറഞ്ഞു, കുറച്ച് നാൾ കഴിഞ്ഞപ്പോ എനിക്കും തിരിച്ച ഒരു ഇഷ്ടം തോന്നി. അങ്ങനെ രണ്ടുപേരും ഇപ്പോ ഹാപ്പി ആയിട്ട് തന്നെ ജീവിക്കുന്നത്, നിനക്ക് വേണ്ടേ കേട്ടണ്ട. അപ്പൊ സാക്ഷി നിങ്ങളുടെ പ്രണയകഥ കേട്ടിട്ട് എനിക്ക് ഒരു കാര്യമില്ല. ഇന്ന് നൈറ്റ് എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരില്ലേ, എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകും. അതുകൊണ്ട് അച്ഛനോടും ഏട്ടനോടും ആ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ഒന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആ ഒരു പാർട്ടിയും കഴിഞ്ഞിട്ട് തന്റെ ഫ്രണ്ടുമായിട്ട് തിരിച്ചു വന്നോണ്ടിരിക്കുമ്പോൾ സാക്ഷി ചോദിക്കുന്നുണ്ട്, അല്ലടി കുറച്ച് നാളായിട്ട് നിന്റെ ബോയ് ഫ്രണ്ട് നിനക്ക് ഫോൺ വിളിക്കുന്നത് കാണുന്നില്ലല്ലോ? അവള് പറയുന്നുണ്ട്, അവനുമായിട്ട് ഞാൻ ബ്രേക്കപ്പ് ആയി. പെട്ടെന്ന് ഒരു ദിവസം അവൻ എന്നോട് കിസ് ചോദിച്ചു, എന്നാൽ ഞാൻ തരില്ല എന്ന് പറഞ്ഞു. അവൻ എന്റെ കൈ പിടിച്ച് വലിച്ച് ഫോഴ്സ് ചെയ്ത് കിസ് ചെയ്യാൻ നോക്കിയപ്പോൾ അവന്റെ കാരണത്ത് ഞാനൊന്നും കൊടുത്തു. അന്നത്തോടെ ആ പ്രണയം ബ്രേക്കപ്പ് ആയി. നിനക്ക് ഇഷ്ടമില്ലാത്ത റിലേഷൻ ആണെങ്കിൽ അത് പോയത് നന്നായെന്ന് പറഞ്ഞു തിരിയുമ്പോൾ കുറച്ചകലെ ആ ഒരു ഫ്രണ്ടിന്റെ ബോയ് ഫ്രണ്ട് ബൈക്കില് അവരെ തന്നെ തുറിച്ചു നോക്കി നിൽക്കുന്നുണ്ട്. ഇവൻ വേറെ ആരുമല്ല, ഇവൻ തന്നെയാണ് കഥയുടെ ആരംഭത്തിൽ കൊല്ലപ്പെട്ട ആ ഒരു മൈക്കിള്. ആ ഏരിയയിൽ നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. ഇനിയിപ്പോ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാല് ഒച്ചത്തില് അലറി വിളിച്ചാൽ പോലും ആരും കേൾക്കാനില്ലല്ലോ. മൈക്കിൾ
മൈക്കിൾ ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്താലോ അവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടിപ്പോയിട്ട് ഒരു സ്ഥലത്ത് ഒളിക്കുകയാണ്. എന്നിട്ട് പോലീസിനെ വിളിച്ചിട്ട് അവരുടെ സിറ്റുവേഷൻ പറഞ്ഞ് ഹെൽപ്പ് ചെയ്യാൻ ചോദിക്കുമ്പോൾ നിങ്ങളിപ്പോ ഏത് ഏരിയയിലുള്ള ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാൻ പറയാണ്. സാക്ഷി ലൊക്കേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മൈക്കിളില്ലേ അവൻ അവരുടെ പിന്നിൽ വന്ന് നിൽക്കുകയാണ്. രണ്ടുപേരുടെയും ജീവൻ പകുതി പോയിട്ടുണ്ട്. സാക്ഷിയും ഫ്രണ്ടും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അവരുടെ പിന്നാലെ മൈക്കിള് പാഞ്ഞു വരികയാണ്. എന്നിട്ട് ഫ്രണ്ടിനെ പിടിക്കാൻ നോക്കുമ്പോഴാണ് നമ്മുടെ ഹീറോ ആയിട്ടുള്ള സൂര്യ ആ ഒരു ഏരിയയിലൂടെ ഡെലിവറി കഴിഞ്ഞു വരുന്നത്. ആ ഒരു കാഴ്ച കണ്ടുടൻ തന്നെ മൈക്കിളിനെ ഹീറോ എടുത്ത് പഞ്ഞു കിടുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായിട്ടുള്ള ഫൈറ്റാവാണ്. അവസാനം മൈക്കിളിനെ ഇടിച്ച് പഞ്ചറാക്കുന്നുണ്ട്. സാധാരണ എല്ലാ കഥയിലും സംഭവിക്കും പോലെ അവസാനം പോലീസ് വന്നിട്ട് മൈക്കിളിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അപ്പോ സൂര്യ ഹീറോയിന്റെ ഫ്രണ്ടിനോട് ചോദിക്കുന്നുണ്ട്, അല്ല അവൻ ആരാ? ഞങ്ങള് ലവേഴ്സ് ആയിരുന്നു, എന്നാൽ ബ്രേക്കപ്പ് ആയ ശേഷം അവൻ എന്നെ ഉപദ്രവിക്കാൻ ഫോളോ ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയോട് പറഞ്ഞൂടെ? അവള് പറയുന്നുണ്ട്, ഫാമിലിയോട് പറഞ്ഞാല് അവര് വെറുതെ ടെൻഷൻ ആവില്ലേ, എന്തിനാ വെറുതെ? അപ്പോഴാണ് നമ്മുടെ സൂര്യ ശരിക്ക് ഹീറോനെ സാക്ഷിയെ കാണുന്നേ. ആഹാ, ഇവള് കൂടെ ഉണ്ടായിട്ടാണോ നീ ടെൻഷൻ അടിക്കുന്നേ? ഇവള് വായു കാട്ടി തന്നെ ആരെ വേണമെങ്കിലും തറ പറ്റിക്കുമല്ലോ. അല്ല മോളെ, വെറുതെ ഇരിക്കുന്ന ആളുകൾ മാത്രമേ ചൊറിയുള്ളൂ, ഉപദ്രവിക്കാന് നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആരോടും അതുപോലെ റിയാക്ട് ചെയ്യില്ല. എന്നാലും നമ്മുടെ സാക്ഷി മറുത്തൊന്നും പറയുന്നില്ല. അപ്പൊ ഫ്രണ്ട് പറയുന്നുണ്ട്, രാത്രി തനിച്ച് വീട്ടിലേക്ക് പോകാന് ഞങ്ങൾക്ക് പേടിയാവുന്നുണ്ട്, ഞങ്ങളെ ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യോ? അപ്പൊ സൂര്യ, 3 പേർക്ക് ഒന്നിച്ച് ബൈക്കിൽ പോകാൻ പറ്റില്ല, ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിക്കട്ടെ. അങ്ങനെ സൂര്യ സാക്ഷിയെ ബൈക്കിൽ കയറ്റാണ്. അതുപോലെ മറ്റേ പെൺകുട്ടി ഫ്രണ്ടിന്റെ ബൈക്കിലും കയറ്റിവിട്ട് വളരെ ഹാപ്പി ആയിട്ട് തന്നെ ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് അവർ വീട്ടിലേക്ക് പോകണം. എന്നാൽ സാക്ഷിയുടെ വീട് എത്താനായപ്പോ അവള് ഓൾറെഡി സൂര്യയുടെ പുറത്ത് ചാഞ്ഞുറങ്ങിയിട്ടുണ്ട്. ഇവന്റെ പുറത്ത് ചാഞ്ഞുറങ്ങിപ്പോയോ? അങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോ ഹീറോയെ അവളൊരു നോട്ട് നോക്കുന്നുണ്ട്. ആ ഒരു നോട്ട് ഓർത്തുകൊണ്ട് ഹീറോ തുള്ളിച്ചാടി പറയുന്നുണ്ട്, അളിയ എനിക്ക് ആ പെണ്ണിനെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്, അവളെന്റെ പുറത്ത് ചാഞ്ഞിട്ടാണ് ഡ്രൈവ് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് ആ ഒരു ഫ്രണ്ടിനെ കെട്ടിപ്പിടിക്കുമ്പോ അയാൾ പറയുന്നുണ്ട്, കാമ കൊടൂര, വയസ്സായ ആണുങ്ങൾ വരെ നീ വെറുതെ വിടൂല, മേത്തുനിന്ന് കൈയെടുക്കടാ. അങ്ങനെ സൂര്യയുടെയും സാക്ഷിയുടെ ഇടയിലെ ആ ഒരു പ്രണയം സ്ട്രോങ് ആവാണ്. രണ്ടുപേരും ഹാപ്പി ആയിട്ട് തന്നെ ടൈം സ്പെൻഡ് ചെയ്യാണ്. അങ്ങനെ രണ്ടുപേരും കൂടി ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ബൈക്ക് സ്റ്റോപ്പായിട്ട് നിന്ന് പോവാണ്. അവള് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയേ? എന്താണെന്നറിയില്ല, എണ്ണ തീർന്നു തോന്നുന്നുണ്ട്, നമുക്ക് ഏതെങ്കിലും വണ്ടിക്ക് കൈ കാണിച്ച് അതിൽ കയറി പോവാം. അങ്ങനെ കാണുന്ന വണ്ടിക്കെല്ലാം കൈ കാണിച്ചിട്ടും ആരും സ്റ്റോപ്പ് ചെയ്യുന്നില്ല. സാക്ഷി പറയുന്നുണ്ട്, ആണുങ്ങള് ലിഫ്റ്റ് ചോദിച്ചാല് ആരും തരില്ല, എന്നാൽ ഒരു പെണ്ണ് ലിഫ്റ്റ് ചോദിച്ചാല് എന്താ സംഭവിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോഴാണ് ഒരു ബൈക്ക് ഓപ്പോസിറ്റ് വരുന്നത്. അങ്ങനെ കൈ കാണിക്കുമ്പോൾ ആ ഒരു ബൈക്കില് വേറെ ആരുമല്ല, നമ്മുടെ സാക്ഷിയുടെ അച്ഛൻ തന്നെയാണ്. അച്ഛനെ കണ്ടപ്പോ നമ്മുടെ സാക്ഷിയും സൂര്യയും കണ്ണ് തള്ളി നിൽക്കുന്നുണ്ട്. അവരെ രണ്ടുപേരെയും അച്ഛൻ കൈയോടെ പൊക്കിയത് അറിഞ്ഞിട്ട് നിഖിലും ഷോക്കായിട്ട് പ്രസന്റില് നിഖില് ചോദിക്കുന്നുണ്ട്, അല്ല സാക്ഷി, അപ്പോ നിന്റെ അച്ഛൻ നിങ്ങളെ കൈയോടെ പിടിച്ചോ? രണ്ടുപേരും പ്രണയിക്കുന്ന കാര്യം അച്ഛന് നേരത്തെ അറിയുകയും ചെയ്യുന്നോ? അതെ, അച്ഛന് എല്ലാം വ്യക്തമായിട്ട് അറിയായിരുന്നു. അല്ല, അതിനുശേഷം എന്താ സംഭവിച്ചേ? സാക്ഷി പറയുന്നുണ്ട്, പിന്നെന്തായിരിക്കും, സാധാരണ എല്ലാ കുടുംബത്തിലും സംഭവിക്കുന്ന പോലെ വീട്ടിലെത്തിയപ്പോ ഫാമിലി പറയുന്ന പയ്യനെ കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ട് ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. എന്നാൽ അതിലൊരു കുറവും കാണാതായപ്പോ പിന്നെ വേറെ നിവൃത്തിയില്ല, അങ്ങനെ ഞാൻ വീട് വിട്ടെന്ന് ഇറങ്ങിയതാണ്. ഓൾറെഡി സൂര്യ വിളിച്ചു പറഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുന്നത് പറഞ്ഞ് അവള് കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടും സൂര്യ വരുന്ന കാണുന്നില്ല. അപ്പോഴാണ് അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. അത് സൂര്യയുടേത് തന്നെയാണ്. നിന്നെ ഞാൻ പ്രണയിച്ചത് നിന്റെ കുടുംബത്തിന്റെ സ്വത്ത് കണ്ടിട്ടാ. എന്നാലിപ്പോ വീട്ടിൽ നിന്ന് നീ ഇറങ്ങി വന്നു കഴിഞ്ഞാല് ആ ഒരു സ്വത്തേ ഇല്ലല്ലോ, പിന്നെ ഞാൻ എന്ത് കണ്ടിട്ടാ നിന്നെ പ്രണയിക്കണ്ടേ, എന്റെ ജീവിതത്തിലേക്ക് കൂട്ടണ്ടേ? അപ്പൊ ഒരു കാര്യം ചെയ്, നിന്റെ ലൈഫ് നിനക്ക് ഇഷ്ടപ്പെടാലോ ജീവിക്ക്, എന്റെ ലൈഫ് ഞാനും ജീവിച്ചോളാം. എന്നാല് ആ ഒരു മെസ്സേജ് അവള് വല്ലാതെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവള് നേരെ പോകുന്നത് തന്റെ ഫ്രണ്ടിനെ കാണാനാണ്. അവള് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അറിയാതെ അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് ഹീറോയിൻ സാക്ഷി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് അറിഞ്ഞിട്ട് അവളുടെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. താൻ സ്നേഹിച്ച എല്ലാ സ്വാതന്ത്ര്യം കൊടുത്ത തന്റെ മകള് ഒരു വാക്ക് പോലും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലേ. അതിനുശേഷം തന്റെ അച്ഛനെ ഒരിക്കലും വിഷമിപ്പിക്കാതിരിക്കാനാണ് അച്ഛന്റെ ആഗ്രഹത്തിന് അച്ഛൻ പറഞ്ഞ കല്യാണത്തിന്, അതായത് നിഖിലുമായിട്ട് സാക്ഷി പുതിയൊരു ലൈഫ് തുടങ്ങാൻ തീരുമാനിക്കുന്നത്. അടുത്ത സീനില് ഇൻസ്പെക്ടറിലെ അങ്ങനെ ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന സമയത്താണ് രണ്ട് ലവേഴ്സ് ബൈക്കില് ഹെഡ്സെറ്റിലെ പാട്ടും കേട്ടിരിക്കുന്നത് അയാൾ കാണുന്നേ. എന്നാല് അവരാരും ബുദ്ധിമുട്ടിക്കാതെ അവിടെ അടങ്ങിയിരിക്കല്ലേ. എന്നാല് ആ പെണ്ണിനെ കണ്ടപ്പോ കാമനായ SIയുടെ പൗരബോധം ഉണർന്നിട്ട് അയാൾ ആ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട്, ഈ സമയത്ത് നീ ഇവിടെ എന്താ ചെയ്യുന്നേ? അപ്പോൾ ലവർ പറയുന്നുണ്ട്, ഞങ്ങൾ വെറുതെ സംസാരിച്ചിരിക്കുന്നു. അതിൽ കലിപ്പായ അയാള് അവന്റെ മുഖത്തടിച്ചിട്ട്, നിന്നോട് ഞാൻ ചോദിച്ചോടാ, ഈ പെണ്ണ് ഇവള് പറഞ്ഞാൽ മതി. അവള് പറയുന്നുണ്ട്, സാറേ ഞങ്ങൾ വെറുതെ സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ ആ ഒരു പയ്യനെ ഒരു കോൺസ്റ്റബിളിനോട് കൂട്ടിക്കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്യാൻ പറഞ്ഞിട്ട് ഇൻസ്പെക്ടറില്ലേ അങ്ങനെ ആ പെൺകുട്ടിയുടെ ശരീരം തടവിക്കൊണ്ട് അവളോട് പറയുന്നുണ്ട്, രാത്രി സമയത്ത് പെൺകുട്ടികൾ ഒറ്റക്കിറങ്ങി നടക്കാൻ പാടില്ല, കാരണം ചില അലമ്പ് പയ്യന്മാരുണ്ട്, അവരെന്തൊക്കെയാ ചെയ്യാന്ന് പറയാൻ പറ്റില്ല, ഞാനിപ്പോൾ നല്ലൊരുത്തനായതുകൊണ്ട് കുഴപ്പമില്ല. എന്നിട്ട് കോൺസ്റ്റബിളിനോട് ഈ ഒരു പെൺകുട്ടിയുടെ നമ്പർ വാങ്ങി വെച്ചേക്ക്, നമുക്ക് എന്തായാലും അത് ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞിട്ട് ആ ഒരു കോൺസ്റ്റബിൾസിനെയും ഇറക്കി വിട്ടിട്ട് ഇൻസ്പെക്ടർ വീട്ടിലേക്ക് പോകുമ്പോൾ അങ്ങനെ
ആരോ ഇടയ്ക്ക് ഫോളോ ചെയ്യാറില്ലേ, അവൻ അയാളെ ക്രൂരമായിട്ട് വെട്ടി കൊന്നുകളയാണ്. ഈ ഒരു കാഴ്ച കണ്ടപ്പോ നിങ്ങൾ പലരും കരുതിയിരുന്നില്ലേ ഈ എസ് ഇതിപ്പോ ചോദിച്ചു വാങ്ങിയതാന്ന്. അടുത്ത സീനില് നമ്മുടെ സാക്ഷിയും നിഖിലും കൂടി നാട്ടിലെത്തിയ ശേഷം അവളുടെ ഫ്രണ്ടിനോട് ചോദിക്കുന്നുണ്ട്, സൂര്യ അവനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയോ? അപ്പൊ അവള് എനിക്കൊന്നും അറിയില്ല. അല്ലടി നീ ഇപ്പോഴും അവനെ തേടിക്കൊണ്ടിരിക്കുക? അതിന്റെ ആവശ്യമുണ്ടെന്നും പറഞ്ഞിട്ട് അവളോട് തിരിച്ചു പോകുമ്പോൾ സൂര്യ വർക്ക് ചെയ്ത ടൊമാറ്റോ കമ്പനിയിലെ ഓരോ ഡെലിവറി ബോയ്സിനോടും അവനെ കുറിച്ച് അന്വേഷിച്ച് നോക്കുന്നുണ്ട്. എന്നാൽ ആരോട് ചോദിച്ചിട്ടും ആർക്കും സൂര്യയെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. അങ്ങനെ അവര് നേരെ പോകുന്നത് നമ്മുടെ സാക്ഷിയുടെ വീട്ടിലേക്കാണ്. അവളുടെ അച്ഛനോടും ഏട്ടനോടും നിഖിലിന്റെ ഉള്ളിലുള്ള വിഷമൊക്കെ അവൻ പറയുന്നുണ്ട്. നിങ്ങളുടെ മകൾ ഇപ്പൊ എന്തിനാ നാട്ടിലേക്ക് വന്നെന്നറിയോ? കല്യാണത്തിന് മുൻപ് അവൾക്കൊരു ലവർ ഉണ്ടായിരുന്നില്ലേ, അവനെ തേടിയിട്ടാണ്. എൻ്റെ ഒരു അവസ്ഥ. എന്നാൽ അവസാനം ഞാൻ അറിയാതെ പറഞ്ഞതാ. കുറേ നാളായിട്ട് ഉള്ളിൽ അടക്കി വെച്ച ഇമോഷൻസൊക്കെ അറിയാതെ പുറത്തു വന്നതാ. അപ്പോൾ സാക്ഷിയുടെ അച്ഛൻ പറയുന്നുണ്ട്, അത് സാരമില്ല, കാരണം അവളുടെ ലൈഫിൽ എന്തൊക്കെയാണ് മുൻപ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങളോട് നേരത്തെ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ, അത് ഞങ്ങളുടെ ഭാഗത്തുള്ളൊരു തെറ്റ് തന്നെയാണ്. അപ്പോൾ സാക്ഷി മുകളിലേക്ക് വന്നിട്ട് അവർക്ക് ചായ കൊടുത്തിട്ട് അവിടുന്ന് തിരിച്ചു പോകുന്നുണ്ട്. അപ്പോഴും നിഖില് പറയുന്നത്, ഇപ്പോഴും ഞാൻ സാക്ഷി അവളുടെ കൂടെ വന്നത് അവളുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ എനിക്കൊരു കാര്യം ഉറപ്പാണ്, എന്തായാലും സൂര്യ അവനെ കിട്ടാൻ ഒരു ചാൻസും ഇല്ല. എന്നാൽ നിഖില് പറഞ്ഞ ആ ഒരു കാര്യമില്ലേ, അത് സാക്ഷിയെ കേൾക്കുമ്പോൾ അവൾ ചിന്തിക്കുന്നുണ്ട്, അല്ല സൂര്യ കിട്ടാൻ ഒരു ചാൻസ് ഇല്ലാന്ന് ഇവനെങ്ങനെ പറയാൻ പറ്റുക? ഇനി നിഖിലിനെ വിശ്വസിച്ചിട്ട് കാര്യമില്ല, വേറെ എന്താ ചെയ്യാൻ പറ്റുക? അപ്പോഴാണ് പ്രൈവറ്റ് ഡിറ്റക്റ്റീവുമാരെ കൊണ്ട് അന്വേഷിപ്പിക്കാന്നുള്ള കാര്യം ഓർക്കുമ്പോൾ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവ് ഉണ്ട്. ഇങ്ങേര് തന്നെയാണ് നമ്മുടെ ഈ കഥയിലെ ഒരു സെക്കൻഡ് ഹീറോ എന്ന് പറയാം. അപ്പോൾ ഡിറ്റക്റ്റീവിന്റെ അടുത്തേക്ക് ഇതിന് മുൻപ് അങ്ങേര് അന്വേഷിച്ച ഒരു കേസിനെ കുറിച്ച് ആ ഒരു ക്ലയന്റ് ചില സംശയങ്ങൾ പറയാൻ വരുന്നുണ്ട്. അതായത് ഡിറ്റക്റ്റീവ്, നിങ്ങൾ പറയുന്ന പോലെ ആ ഒരു തെറ്റ് ചെയ്തത് എന്റെ ഏട്ടനാണെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അപ്പോൾ ഡിറ്റക്റ്റീവ് പറയുന്നുണ്ട്, ആര് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്ത് തെറ്റും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സാഹചര്യമാണ് അവനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക. പിന്നെ നിങ്ങൾ ഈ കേസ് അന്വേഷിക്കാനാണെങ്കിൽ എന്നെ ഡിറ്റക്റ്റീവായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട കാര്യം ഉണ്ടായിട്ടില്ലല്ലോ. അവൻ ചോദിക്കുന്നുണ്ട്, അല്ല ഡിറ്റക്റ്റീവ്, നിങ്ങൾ എങ്ങനെയാ എന്റെ ഏട്ടൻ തന്നെയാണ് അതിന്റെ പിന്നിലെന്ന് മനസ്സിലാക്കിയേ? അതിന് എന്റെ കയ്യിൽ ചെറിയ ചില ചൊട്ടുവായുധങ്ങളുണ്ട്. ചില ആളുകൾ മദ്യപിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അത് വാള് വെച്ച് കളയും. എന്നാൽ ചില ആളുകളുടെ ഉള്ളിൽ കുറച്ച് മദ്യം പോയാൽ ഉള്ളിലുള്ള സത്യമാണ് പുറത്തു വരിക. നിന്റെ ഏട്ടൻ ഈ രണ്ടാമത്തെ ഭാഗത്തില മദ്യം ഉള്ളിൽ പോയപ്പോൾ എല്ലാ സത്യം അവൻ തന്നെ സമ്മതിച്ചതാണ്. അപ്പൊ ക്ലയന്റ് പറയുന്നുണ്ട്, നിങ്ങൾ ആള് തരക്കടില്ലല്ലോ. അങ്ങനെ പൈസയും കൊടുത്തിട്ട് അവൻ തിരിച്ചു പോകണേ. അപ്പോഴാണ് ഡിറ്റക്റ്റീവിന്റെ അസിസ്റ്റന്റ് വന്നിട്ട് പറയുന്നത്, നമുക്ക് പുതിയൊരു കേസ് വന്നിട്ടുണ്ട്. സാക്ഷി എന്നൊരു പെൺകുട്ടിയുടെ എക്സ് ലവറെ കണ്ടുപിടിച്ചു കൊടുക്കാനാണ്. ആ പയ്യന്റെ പേര് സൂര്യ എന്നാണ്. അവന്റെ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മെയിലിലേക്ക് ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡിറ്റക്റ്റീവ് ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഇവനെ നമുക്ക് കണ്ടുപിടിച്ച് കളയാം. അങ്ങനെ സൂര്യ തേടി ഇറങ്ങാണ്. അങ്ങനെ സൂര്യയുടെ കൂടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാ ആളുകളോടും അന്വേഷിച്ച് നോക്കിയിട്ടും പ്രത്യേകിച്ച് ഒരു കാര്യം മനസ്സിലാകുന്നില്ല. എന്നാൽ അതിനിടയിലാണ് സൂര്യക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്ന കാര്യം നമ്മുടെ ഡിറ്റക്റ്റീവ് അറിയുന്നത്. അങ്ങനെ അയാളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് അയാളുടെ നാട്ടിൽ പോയിട്ട് അന്വേഷിക്കുമ്പോൾ അയാൾ പറയുന്നത്, സൂര്യയുടെയും അവന്റെ ലവർ സാക്ഷിയുടെയും ആ ഒരു ബന്ധം ഫാമിലി അറിഞ്ഞപ്പോൾ അവർ ഈ നാട് വിട്ട് തന്നെ ഒളിച്ചോടാൻ തീരുമാനിച്ചിട്ട് അവൻ അവളുടെ കൂടെ പോകാൻ ഇറങ്ങിയതാണ്. എന്നാൽ ആ ഒരു നാട്ടിൽ തന്നെ ഞാൻ സ്റ്റേ ചെയ്താൽ അവളുടെ ഫാമിലി എന്നെ എന്തെങ്കിലും ചെയ്യുന്ന ഭയന്നിട്ട് അവൻ എന്നെ ബസ് കയറ്റി വിട്ടിട്ടാണ് സാക്ഷിയെ കാണാനും അവളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണെന്ന് പറഞ്ഞു പോയത്. എന്നാൽ അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ സൂര്യ വിളിക്കാൻ നോക്കിയിട്ട് അവന്റെ ഫോൺ കണക്ട് ആയില്ല. അവനാണെങ്കിൽ എന്നെ വിളിച്ചിട്ടുമില്ല. അപ്പോൾ ഡിറ്റക്റ്റീവ് പറയുന്നുണ്ട്, നിന്റെ ഫ്രണ്ട് സൂര്യയില്ലേ, അവൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് സാക്ഷിയെ കാണാൻ പോയിട്ടേ ഇല്ല. അവളെ അവൻ പ്രണയിച്ചത് അവളുടെ സ്വത്തിന് വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ വീട്ടിൽ ആരോടും പറയാതെ ഇറങ്ങി വന്നപ്പോൾ സ്വത്തില്ലാതായപ്പോൾ അവളെ ഒഴിവാക്കി പോയതാണ്. അപ്പൊ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, അല്ല സാറേ, സൂര്യ അങ്ങനെ ഒരുത്തനാണെങ്കിൽ അവൻ എന്തിനാണ് എന്നെ ബസ് കയറ്റി നാട്ടിലേക്ക് അയച്ച ശേഷം അവളെ കാണാനും കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണെന്ന് എന്നോട് പറഞ്ഞിട്ട് പോകേണ്ട കാര്യം? അവന് എന്നെ കൂട്ടാതെ അവളുടെ അടുത്തേക്ക് പോകാതെ അവൻ എങ്ങോട്ട് വേണമെങ്കിൽ പോയിരുന്നല്ലോ. അത് കേട്ടപ്പോൾ ഡിറ്റക്റ്റീവ്, നിങ്ങൾ പറയുന്നതിലും കാര്യമുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആരുടെങ്കിലും വല്ല സംശയമുണ്ടോ? അപ്പൊ ഫ്രണ്ട്, എനിക്ക് ചില സംശയമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് പറയാണ്. അതായത് നമ്മുടെ സാക്ഷിയുടെ അച്ഛനും ഏട്ടനും സൂര്യയുമായിട്ടുള്ള റിലേഷൻ അറിഞ്ഞില്ലേ, അതിനുശേഷം അവളെ അധികം പുറത്ത് കാണാതായപ്പോൾ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ? അവളിന്ന് കാണാനായിട്ട് അവളുടെ വീട്ടിലേക്ക് മെല്ലെ ഒളിഞ്ഞും പാത്തും ഫ്രണ്ടിനെ കൂട്ടി പോയതാണ്. എന്നാൽ അവരെ രണ്ടുപേരെയും കൈയോടെ അച്ഛനും ഏട്ടനും ഏട്ടത്തെയും പിടിച്ചിട്ട് നമ്മുടെ സൂര്യയും ഫ്രണ്ടിനെയും എടുത്ത് പഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പൊ ദേഷ്യം വന്ന് സൂര്യ പറയുന്നുണ്ട്, നിങ്ങളുടെ മോളെ പ്രണയിച്ചത് ഞാനല്ലേ, തെറ്റുകാരൻ ഞാനല്ലേ, എന്നെ തല്ലിയാ പോരെ, അയാളെ വിട്ടേക്ക്. അപ്പൊ ഏട്ടത്തി ചോദിക്കുന്നുണ്ട്, നിന്നോട് ആരാടാ വീട്ടിൽ കയറാൻ പറഞ്ഞേ? എന്നിട്ട് അവന്റെ മുഖത്തടിക്കാണ്. എന്നിട്ട് അവർ രണ്ടുപേരും അടിച്ച് പുറത്താക്കിയിട്ട് ഇനി മേലില് ഈ വീട്ടിലേക്ക് വന്നാല് ഞങ്ങളുടെ സ്വഭാവം മാറും. അപ്പൊ സൂര്യ, ആഹാ ഇത് കൊള്ളാലോ. റോട്ടിലിറങ്ങി പറയുന്നുണ്ട്, നിങ്ങളുടെ മകള് സാക്ഷി ഞാൻ പ്രണയിച്ചതാണ്, അവൾ എന്നെയും പ്രണയിച്ചതാണ്. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവരാണ്. എന്നിട്ട് നിങ്ങളുടെ മകളെ വീട്ടിൽ അടച്ചു വെച്ച് കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാല് അതെന്ത് ന്യായ? എന്നാൽ സൂര്യ പറയുന്നതൊക്കെ ആ ഒരു ചുറ്റിലുള്ള ആളുകൾ മുഴുവൻ കാണുന്നില്ലേ? അത് കേട്ടപ്പോ സാക്ഷി
സാക്ഷിയുടെ അച്ഛന് നെഞ്ചുവേന വന്നിട്ട് അങ്ങനെ ഇരുന്നു പോവാണ്. അതൊരു ദേഷ്യം നേട്ടം പറയുന്നുണ്ട്. എന്റെ കുടുംബത്തിന്റെ മാനം കളയാനാണോ നീ ഇങ്ങോട്ട് കയറി വന്നേ? ഇനി നിന്റെ വായിൽ നിന്ന് ഒരു വാക്ക് വന്നാല് നിന്നെ കൊന്നെന്റെ വീട്ടിന്റെ പിന്നെ ഞാൻ കുഴിച്ചു മൂടും. ഫ്രണ്ട് പറയുന്നുണ്ട് സാക്ഷിയുടെ ഏട്ടൻ അയാളായിരുന്നു സൂര്യോട് നല്ല ദേഷ്യത്തിലുണ്ടായിരുന്നേ. ചിലപ്പോ സൂര്യക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ തിരോധാനത്തിന് പിന്നിലെ അങ്ങേരാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ ഡിറ്റക്റ്റീവ് ഇല്ലേ രാത്രി സമയത്ത് അവരുടെ വീട്ടിന്റെ പിന്നിൽ പോയിട്ട് എന്തെങ്കിലും എവിഡൻസ് കിട്ടുമോ, ഇനിയിപ്പോ സൂര്യക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് തേടി നോക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു കാഴ്ച അവർ ഏട്ടനില്ലേ അവൻ അറിഞ്ഞിട്ടുണ്ട്. വല്ലാതെ ടെൻഷനില്ലേ ആരെ വിളിച്ചിട്ട് നമ്മള് ഒരു തെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാല് പിന്നെ പോലീസിനെയോ ആരെയും കണ്ട് പേടിച്ചിട്ട് കാര്യമില്ല. പോലീസിന് പൈസ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാല് ആ പൈസയുടെ പിന്നാലെ നായകളെ പോലെ അവരലഞ്ഞു വന്നോളും. അതും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവാണ്. അവർ ഏട്ടൻ പോയി കഴിഞ്ഞ ശേഷം നമ്മുടെ നിഖിലില്ലേ അവൻ വന്നിട്ട് ആരോടോ ഫോണില് കയർത്ത് സംസാരിക്കുന്നുണ്ട്. എന്നാലിപ്പോ ഇവിടെ ശരിക്കും എന്താ സംഭവിക്കുന്നത് ഒന്നും മനസ്സിലാവാതെ നമ്മുടെ ഡിറ്റക്റ്റീവ് ഓഫീസിലേക്ക് വന്ന ശേഷം ശരിക്ക് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുകയാണ്. ആദ്യം നമുക്ക് സാക്ഷിയുടെ ഹസ്ബൻഡ് ഇല്ലേ നിഖില് അവനെ കുറിച്ച് അന്വേഷിച്ച് നോക്കാം. അപ്പോഴാണ് നിഖിലിനൊരു ഫ്രണ്ടുള്ള കാര്യം അറിയുന്നത്. അവന്റെ നമ്പർ കളക്ട് ചെയ്ത് അവനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഞാനൊരു ഇൻസ്പെക്ടറാണ്. നിന്റെ ഫ്രണ്ടില്ലേ നിഖില് അവന്റെ പേരില് ഒരു കേസ് വന്നിട്ടുണ്ടല്ലോ, അവൻ ആളെങ്ങനെയാ? അപ്പൊ ഫ്രണ്ട് എന്ത് കേസാ സാറേ? അവൻ എന്താ ചെയ്തെന്നൊക്കെ ഞാൻ നിന്നോട് പറയാം. അതിനു മുൻപ് നിന്റെ ഫ്രണ്ടിനെ കുറിച്ച് നിനക്കറിയുന്ന കാര്യം പറ. അപ്പൊ ഫ്രണ്ട് നിഖില് അവനൊരു പാവം തന്നെയാണ്, നല്ല പയ്യനാ. പക്ഷെ ചില സമയത്ത് ഇടക്കവൻ ദേഷ്യപ്പെടാറുണ്ട്. ദേഷ്യം വന്നാൽ അവന്റെ കൺട്രോൾ നഷ്ടപ്പെടും. അപ്പൊ ഡിറ്റക്റ്റീവ് ദേഷ്യം വന്നാല് അവനൊരുത്തനെ കൊല്ലാൻ വരെ തുനിയോ? അപ്പൊ ഫ്രണ്ട് അങ്ങനെ ആരും കൊല്ലാനൊന്നുള്ള ധൈര്യം അവനില്ല. അവന് ദേഷ്യം വന്നാല് അവൻ അവന്റെ ശരീരത്തിനെ തന്നെ വേദനിപ്പിക്കും. അപ്പൊ ഡിറ്റക്റ്റീവ് അതവിടെ കേട്ടെ, അല്ല കല്യാണത്തിന് മുൻപ് തന്നെ നിഖിലിന് അവന്റെ വൈഫ് സാക്ഷിയെക്കുറിച്ച് അറിയായിരുന്നോ? അവരുടേത് ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ? അപ്പൊ ഫ്രണ്ട് പറയുന്നുണ്ട് അവരുടെ കല്യാണത്തിന് മുൻപ് തന്നെ നിഖില് സാക്ഷി ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ വെച്ച് കണ്ടിരുന്നു. അവളെ കണ്ടപ്പോൾ തന്നെ നിഖിലിന് അവൾ ഇഷ്ടമായിട്ടുണ്ട്. അതിനുശേഷം അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ സമയത്താണ് സാക്ഷിക്ക് മറ്റൊരു പയ്യൻ സൂര്യയുമായിട്ട് പ്രണയമുള്ള കാര്യം അവൻ അറിയുന്നത്. അതിൽ നിഖിലിന് അവന്റെ ദേഷ്യം അടക്കാൻ കഴിയാതെ അവന്റെ ശരീരത്തിനെ തന്നെ അവൻ വേദനിപ്പിക്കുകയായിരുന്നു. എന്നാൽ അത് ഞാൻ കാണുമ്പോഴൊക്കെ അവനോട് ഞാൻ പറയാറുണ്ട് നീ നിന്റെ ശരീരത്തിനെ തന്നെ എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? അങ്ങനെ ഞാനാണ് അവനെ സമാധാനിപ്പിച്ചിരുന്നത്. അങ്ങനെ ഫ്രണ്ടിന് അറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം അവൻ ചോദിക്കുന്നുണ്ട് അല്ല സാറേ നിങ്ങൾ ഏത് സ്റ്റേഷനിൽ നിന്നാ? അപ്പൊ ഡിറ്റക്റ്റീവ് ഞാന് റെയിൽവേ സ്റ്റേഷനിൽ എന്ന് പറഞ്ഞിട്ട് ഫോണ് കട്ട് ചെയ്യുന്നുണ്ട്. ആഹാ ഇത് കൊള്ളാല. അപ്പോ അവൻ പോലീസല്ലേ? നിഖിലിനെ കുറിച്ച് ഇപ്പൊ എന്തിനായിരിക്കും അയാൾ അന്വേഷിച്ചിട്ടുണ്ടാവുക?